അപ്പോൾ ഇന്നത്തെ വീഡിയോ സോയാബീനും കോഴിമുട്ടയൊക്കെ ചേർത്തിട്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല രുചിയോട് കൂടിയ ഒരു വിഭവം എളുപ്പത്തിനായിട്ട് തയ്യാറാക്കി എടുത്താലോ. അതിനായി ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേറൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ടൈപ്പ് സോയാബീൻ ആട്ടോ, അതുകൊണ്ടോ ചെറുത്. അപ്പോൾ ചെറുതെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. വലുതൊക്കെ ആണെങ്കിൽ ഒരു 4 കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത വെള്ളം പാർന്നു കൊടുക്കാം. അപ്പോൾ ഈ സോയാബീൻ ഇതിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് വീർത്ത് വരും. പിന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എല്ലാം ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല ചൂടൊക്കെ തട്ടി നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ പാത്രത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പച്ചവെള്ളം പാർന്നു കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. 1-2 വട്ടമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലത്തെ വെള്ളം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നല്ലൊരു കളർ ഉണ്ടാവും. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മസാല ഒക്കെ തേച്ച് ഉഷാറായിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി ഇത് കുറച്ച് നേരം റസ്റ്റ് നിൽക്കട്ടെ. പിന്നെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പെരിഞ്ജീരകം. ഇത് ഓവറായിട്ട് ഇടരുത്, എത്ര മതി കേട്ടോ. പിന്നെ ഒരു 6ഓളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. ആ ഒരു കണക്കിന് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നാണ് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ഏകദേശം ചെറിയ തീയിൽ നമ്മൾ 1 മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, അത്ര മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 സവാള കുനുകുനാന്ന് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. സവാള നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എളുപ്പം വാടി കിട്ടും. ഇനി നന്നായിട്ടുണ്ട് ഇളക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, എങ്കിലും കൂടിയിട്ട് ചിലരൊന്നും ലൈക്ക് പോലും തരുന്നില്ല. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ടെങ്കിലും ഒന്ന് വീഡിയോ കാണാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്ര മതി കേട്ടോ. ഓവറായിട്ട് വാടി പോകണ്ട. ഇനി നമ്മൾ ആദ്യം മസാല തേച്ച് വെച്ച സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം പാർന്നു കൊടുക്കാം. കുറച്ചിട്ടോ, ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അത് മതി. നമ്മൾ സോയാബീൻ തിളച്ച വെള്ളത്തിൽ കിടന്ന് വെന്തതാണ്. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം നമ്മൾ പാർന്നു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നും ഇളക്കിയെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ മസാലയൊക്കെ ഒന്ന് സോയാബീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടേ ഒന്നങ്ങോട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ വിടാതെ, അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ ഉപ്പ് നമ്മൾ സോയാബീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സവാള വാട്ടിയപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഉപ്പ് കൂടി പോകണ്ട. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒന്നുകൂടി ഇളക്കിയെടുത്താൽ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം ഇതിന് സെൻറ്റർ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നാലേ അതിലേക്കൊരു 3 കോഴിമുട്ട ആണ് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കോഴിമുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക. ഇതേപോലെ നന്നായിട്ട് ചിക്കി എടുക്കുക, കോഴിമുട്ട മാത്രം. അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കി എടുത്ത് നമ്മൾ ഇനി എല്ലാം പാടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വട്ടമെങ്കിലും സോയാബീൻ വാങ്ങുമ്പോഴേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപാര ടേസ്റ്റാണ്, നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചി കേട്ടോ. ഞാൻ പിന്നെയും പറയണത് അതാണ്. അപ്പോൾ അധിക സമയമൊന്നും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രൂപമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത്
സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനും ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇതുണ്ടല്ലേ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം.